ഇനി മറ്റൊരു വാർത്തയിലേക്കാൾ ഒരു മൂർഖനും പിടിയിലായിട്ടുണ്ട്. പക്ഷേ വിതയ്ക്കുന്നത് കൊടും ലഹരിയുടെ വിഷമാണെന്ന് മാത്രം. ലഹരിക്കടത്ത് ക്രിമിനൽ കേസുകൾ പ്രതിയായ മൂർഖൻ ഷാജിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന്. തമിഴ്നാട്ടിൽ നിന്നാണ് എക്സൈസ് സംഘം ഷാജി അതിസാഹസികമായി പിടികൂടിയത്. ഹാഷിഷ് ഓയിൽ വിദേശത്തേക്ക് കൈമാറുന്ന കൊടും കുറ്റവാളിയാണ് ഷാജി എന്ന് എക്സൈസ് പറയുന്നു. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേർന്നു. സലീം, 5 വർഷത്തെ പരിശ്രമം ഒടുക്കം കൊടും ക്രിമിനലായ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മൂർഖൻ ഷാജിയെ പിടികൂടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തമിഴ്നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് പിടികൂടിയതെന്ന വിവരം ലഭ്യമാണ്? സുഹൈൽ, സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മൂർഖൻ ഷാജിയെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വളരെ ശ്രമകരമായി, വളരെ തന്ത്രപൂർവമായാണ് പോലീസ് മൂർഖൻ ഷാജിയെ പിടികൂടിയത്. ഈ മൂർഖൻ ഷാജി ഒരു കൊടും കുറ്റവാളി എന്നാണ് പോലീസ് പറയുന്നത്. ഏറെക്കാലമായി പോലീസിനെ വലയ്ക്കുകയാണ്. പലപ്പോഴും ഇയാൾ ഈ ലഹരിക്കടത്ത്, പ്രത്യേകിച്ചും ഹാഷിഷ് ഓയിൽ ഉൾപ്പെടെയുള്ളവ വിദേശത്തേക്ക് കൈമാറുകയും അതിന്റെ ഇടനില നിൽക്കുകയും ചെയ്യുന്ന കുറ്റവാളിയാണ്. പല കേസുകളും ഇയാൾക്കെതിരെ ഉണ്ടെങ്കിലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് വളരെ ബുദ്ധിപരമായി മുങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. വളരെ രഹസ്യ വിവരത്തെ തുടർന്ന് വളരെ ആസൂത്രിതമായി പോലീസ് ഏറ്റവും ഒടുവിൽ മൂർഖൻ ഷാജിയെ പിടികൂടിയത്. അത് തമിഴ്നാട്ടിൽ നിന്നുമാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ മാത്രമാണ് തന്നത്. തമിഴ്നാട്ടിൽ ഏത് ഭാഗത്തു നിന്നാണ് എന്ന് പോലീസ് അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഒരു എക്സൈസ് സംഘത്തിന്റെ രഹസ്യ വിവരമായിരുന്നു മൂർഖൻ ഷാജി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിനായിരുന്നു ഷാജി പോയത്. ഷാജിക്ക് വലിയ ബന്ധങ്ങൾ, ഉന്നത ബന്ധങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് പിടിക്കാനെത്തിയാലും അപ്പോൾ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളൊക്കെയുള്ള കൊടും കുറ്റവാളിയാണ് ഈ മൂർഖൻ ഷാജി എന്നാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും അതിലെ ലഹരിക്കടത്ത് മാഫിയയിലെ പ്രധാനിയെ ഇപ്പോൾ എക്സൈസ് വളരെ തന്ത്രപൂർവ്വം പിടികൂടിയിരിക്കുകയാണ്. സുഹൈൽ, ശരി, മൂർഖന് പാമ്പ് കൊടുക്കുന്നവർ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടെന്ന ആരോപണം കൂടി ഉയരുന്നു. അങ്ങനെ സമൂഹത്തെയും നാടിനെ നശിപ്പിക്കുന്ന ലഹരിയുടെ വിഷം ചീറ്റുന്ന മൂർഖൻ ഷാജി ഒടുക്കം പിടിയിൽ.